Welcome back to our YouTube channel again and again, we and Vlogs. Okay, എൻ്റെ പേര് നന്ദന ആൻഡ് നമുക്ക് ഇന്നൊരു എന്താ പറയുക സജഷൻ വീഡിയോ അല്ല, ഇന്ന് ഞാനൊരു അപ്ഡേഷൻ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ കണ്ടു കാണും. അതിനൊക്കെ ഇപ്പോൾ ട്രെയിലർ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്, ചെറിയൊരു ട്രെയിലർ. ആൻഡ് മൂവി ഇതൊരു സെക്കൻഡ് പാർട്ടാണ്, അതാണ് മറ്റൊരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഒരു മലയാളം മൂവിയല്ല, അതിൻ്റെ ഒറിജിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് കന്നഡയാണ്. ഒരു കന്നഡ മൂവിയിൽ തന്നെ എന്താ പറയുക, കൂടുതൽ എന്നെ കന്നഡ കാണാൻ എന്താ പറയുക പ്രോത്സാഹിപ്പിച്ച മൂവീസിലൊരു മൂവിയാണ്. പിന്നെ കെ ജി എഫ് ഒക്കെ ഡെഫിനറ്റ്ലി എനിക്ക് അങ്ങനെ ഒരു തോട്ട് വന്ന മൂവീസാണ്. സോ ഇന്ന് ഞാനൊരു മൂവിയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ എന്താ പറയുക അപ്കമിങ്ങിനെ കുറിച്ചാണ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അറിഞ്ഞവരൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു, ഏകദേശം എല്ലാവരും അറിഞ്ഞാണ്. കാരണം ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒന്നാം ഭാഗം ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജസിലും റിലീസായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയാൻ പോകുന്ന മൂവിയുടെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് 1 സെപ്റ്റംബർ 2022 അതൊരു കന്നഡ മൂവിയാണ് ഞാൻ പറഞ്ഞു. സോ നമുക്ക് ആക്ടറിൻ്റെ പേര് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ പേര്, രണ്ട് പേരും ഒരാളാണ് എന്ന് പറഞ്ഞാൽ തന്നെ മൂവിയുടെ പേര് എന്തായാലും എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഒരു സൂപ്പറായിട്ടുള്ളൊരു സംഭവം, എന്താ പറയുക ആക്ടിങ് കണ്ടിട്ടുള്ളൊരു മൂവിയാണ്. കന്നഡയിലെ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയാണ്. സോ പിന്നെ ബട്ട് എല്ലാ ലാംഗ്വേജസിലും റിലീസായിട്ടുണ്ട്, ഇന്ത്യൻ ലാംഗ്വേജസിലൊക്കെ റിലീസായിട്ടുണ്ട്. അങ്ങനെ തന്നെ ഞാനും മലയാളത്തിലാണ് കണ്ടത്. ഡയറക്ടറിൻ്റെ അല്ലെങ്കിൽ ആക്ടറിൻ്റെ പേര് പറഞ്ഞാലെന്ന് പറഞ്ഞാൽ ഋഷഭ് ഷെട്ടി സാറിൻ്റെ കാന്താര 2യുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ട്രെയിലർ റിലീസായിട്ടുണ്ട്, ബട്ട് കറക്റ്റ് ഒരു മൂവി റിലീസിങ് ഡേറ്റ് സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഒന്നെങ്കിൽ 2024 എൻഡിലോ അല്ലെങ്കിൽ 2025 ഫസ്റ്റോ ആയിട്ടാണ് ഡേറ്റ് എന്ന് അങ്ങനെയാണ് ഗൂഗിളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയത്. അപ്പോൾ കറക്റ്റ് ഡേറ്റ് അറിയാൻ ഡെഫിനറ്റ്ലി നമ്മളത് വീഡിയോയിൽ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒക്കെ ആയിട്ട് കമൻറ്റ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ എന്താ പറയുക ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ടവർ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ആൻഡ് പിന്നെ എന്താ പറയുക അതിലുള്ള സംഭവങ്ങൾ തന്നെ ഒരു പ്രത്യേകതരം ഒരു ഗ്രാമാന്തരീക്ഷം അല്ലെങ്കിൽ റിച്വൽസ് അല്ലെങ്കിൽ എവറിത്തിങ് ഒരു ഡിഫറെൻറ്റ് അനുബന്ധം തന്നൊരു മൂവിയാണ്. സോ നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന ആളുകൾ തന്നെയാണോ സെക്കൻഡ് പാർട്ടിലൊന്നും അറിയത്തില്ല. അപ്പം എന്തായാലും ന്യൂ കമ്മിങ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന ഋഷഭ് സാറ്, പിന്നെ ആരൊക്കെയായിരുന്നു, സപ്തമി ഗൗഡ ആക്ടറിൻ്റെ പേര് ഒക്കെ കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെയാണ്. എന്നാലും വേറെ ഇൻഡസ്ട്രീസിൽ നിന്നും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രെയിലർ കണ്ടു നോക്കുക, നിങ്ങളുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.